നിങ്ങൾക്ക് നശിപ്പിക്കാം, പക്ഷേ അയാളെ തോൽപ്പിക്കാനാവില്ല. വിമർശനം, വീക്ഷണിയും ചാപ്പാക്കുത്തലും ആവരുത്. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ ഉയരുന്ന വിവാദങ്ങൾക്ക് പിന്നാലെ ഇരുവർക്കും പിന്തുണ പ്രഖ്യാപിച്ച് ഫെഫ്ക. ചിത്രത്തിന്റെ സംവിധായകനായ പൃഥ്വിരാജിനും മുഖ്യ നടനായ മോഹൻലാലിനും എതിരെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങൾ നിർഭാഗ്യകരവും പ്രതിഷേധാർഹവുമാണ് എന്നാണ് ഫെഫ്ക പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. സിനിമയുടെ രൂപത്തെയും ഉള്ളടക്കത്തെയും വിട്ടുവീഴ്ചയില്ലാതെ വിമർശിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സിനിമയുടെ രൂപത്തെയും ഉള്ളടക്കത്തെയും വിട്ടുവീഴ്ചയില്ലാതെ വിമർശിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സർഗാത്മകമായ വിമർശനത്തിലൂടെ മാത്രമേ ഒരു കലാരൂപത്തിന് പരിണമിക്കാൻ സാധിക്കൂ. എന്നാൽ വിമർശനം വ്യക്തി ആധിക്ഷേപവും വീക്ഷണിയും ചാപ്പാക്കുത്തലുമാവരുതെന്നാണ് കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. സ്വാർത്ഥകമായ ഏത് സംവാദത്തിൻ്റെയും ലക്ഷ്യം മറുവശത്ത് നിലകൊള്ളുന്നവരെ നിശബ്ദരാക്കുകയല്ല, അവരെ സംസാരിക്കാൻ അനുവദിക്കുക എന്നതാണ് ഫെഫ്ക പറയുന്നു. എമ്പുരാനിൽ പ്രവർത്തിച്ച എല്ലാ ചലച്ചിത്ര പ്രവർത്തകരെയും ചേർത്ത് നിർത്തുന്നു. ഉറക്കത്തിൽ സിംഹങ്ങളെ സ്വപ്നം കണ്ട് വൃദ്ധനായ സാന്റിയാഗോ എന്ന ഹെമിംഗ് വേ കഥാപാത്രം പറയുന്നുണ്ട്, നിങ്ങൾക്കൊരാളെ നശിപ്പിക്കാൻ കഴിയും, പക്ഷേ അയാളെ തോൽപ്പിക്കാനാവില്ല. കലയും കലാകാരന്മാരും ഇതുതന്നെയാണ് സദാ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വാർത്താക്കുറിപ്പിൽ ഫെഫ്ക പറയുന്നു. വെട്ടാത്ത എമ്പുരാൻ കാണാൻ തിരക്ക് കൂട്ടണ്ട, റീ എഡിറ്റിംഗ് ചെയ്ത ചിത്രം തിയേറ്ററിലെത്താൻ വൈകും. സംഘപരിവാറിന്റെ പ്രതിഷേധത്തെ തുടർന്ന് എമ്പുരാനിലെ 3 മിനിറ്റ് നീളുന്ന ദൃശ്യങ്ങളാണ് വെട്ടിമാറ്റിയത്. മോഹൻലാൽ ചിത്രം എമ്പുരാന്റെ വീണ്ടും എഡിറ്റിംഗ് ചെയ്ത പതിപ്പ് തിയേറ്ററിലെത്താൻ വൈകും. എഡിറ്റിംഗ്, സെൻസറിംഗ്, റീ എഡിറ്റിംഗ് കഴിഞ്ഞ ശേഷം ഞായറാഴ്ച രാത്രി തന്നെ ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയാക്കി. റീ എഡിറ്റിംഗ് കഴിഞ്ഞ ശേഷം ഞായറാഴ്ച രാത്രി തന്നെ സെൻസറിംഗ് പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. സംഘപരിവാറിന്റെ പ്രതിഷേധത്തെ തുടർന്ന് എമ്പുരാനിലെ 3 മിനിറ്റ് നീളുന്ന ദൃശ്യങ്ങളാണ് വെട്ടിമാറ്റിയത്. ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗം ഉൾപ്പെടെയുള്ളവയാണ് ഒഴിവാക്കിയത് എന്നാണ് വിവരം. ചിത്രത്തിലെ വില്ലന്റെ കഥാപാത്രമായ ബജ്രംഗിയുടെ പേര് മാറ്റി ബൽരാജ് എന്നുമാക്കിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്.